Hey everyone, welcome to yet another video. So ഇന്നത്തെ വീഡിയോ സുവോളജി പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ ആണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പം എനിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാർ ഫിഷ് ആണ്. അപ്പോൾ സ്റ്റാർ ഫിഷിനെ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ വാല്യൂ പോയിന്റ് എഴുതാനാണ് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെർട്ടിബ്രേറ്റ് ആനിമലിനെ കുറിച്ചാണ്. വെർട്ടിബ്രേറ്റ് ആനിമലിൽ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രോഗ് ആണ്. സോ ഫ്രോഗ് തന്നെയാണ് നമുക്ക് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. എന്തോലൊക്കെയാണ് അതന്നെ ഇപ്പോൾ കിട്ടി. അപ്പോൾ അതും എഴുതിയിട്ടുണ്ട്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് സൈനോവിയൽ ജോയിൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് ഹിഞ്ച് ജോയിൻ്റ് ആണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് മോഡൽ കോക്ലിയ ആണ്. കോക്ലിയൻ്റെ വളരെ ചെറിയൊരു ആൻസർ ആണ് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. ഇത്ര മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എഴുതാൻ വേണ്ടിയിട്ട്. സോ അത് എഴുതി. ആകെ അരമാക്കിയ ആ ഒരു വാല്യൂ പോയിന്റിനില്ലു. സോ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് മസിൽ ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നമുക്ക് കാർഡിയാക് മസിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ അത് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എംബ്രിയോളജി സ്ലൈഡ്. അത് നമുക്ക് ടെസ്റ്റിസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റിസ് അത് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ടെസ്റ്റിസ് വരക്കാനും നല്ല രീതിയിലെല്ലാം ചെയ്തു. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് വിസർ ഓഫ് ഫ്രോഗ് ആണ്. മോഡൽ എക്സാമിന് നമുക്ക് ടീച്ചർ ജസ്റ്റ് വിസർ ഓഫ് ഫ്രോഗ് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാർട്സ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വന്ന് ഇൻഡിവിജ്വലായിട്ട് നമ്മളോട് ഇന്ന സാധനം അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 പാർട്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് തന്നത് ഹാർട്ട്, ഇൻഡസ്റ്റൈന്, യൂറീറ്റർ, ക്ലോയക്ക. ഇത് ഈ 4 പാർട്സാണ് നമ്മളോട് ലാബിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും നല്ല രീതിയിൽ അടയാളപ്പെടുത്തി. ഓവറോൾ പഠിച്ചിട്ട് പോയതുകൊണ്ട് അതൊക്കെ ഈസി ആയിരുന്നു. പിന്നെ 8th ക്വസ്റ്റ്യൻ പാത്തജൻ ആണ്. പാത്തജൻ നമുക്ക് ക്ലാസ് മോഡിയാണ് തന്നത്. അതിൻ്റെ ഡിസീസ്, സിംറ്റം, പിന്നെ പാത്തജൻ ഐഡൻറ്റിഫൈ ചെയ്തതൊക്കെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല ഹോമലോഗസ് അനലോഗസ് ആയിരിക്കും വെക്കാന്നുള്ളത്. പക്ഷെ പാത്തജൻ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ എഴുതി ഗൈസ്. പിന്നെ 9th ക്വസ്റ്റ്യൻ നമുക്ക് ചീക്ക് എപ്പിത്തീലിയൽ സെല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബാച്ചിന് ബ്ലഡ് സ്മിയർ ആണ് കൊടുത്തത്. നമുക്ക് ചീക്ക് സെല്ലാണ് തന്നത്. നല്ല രീതിയിൽ കിട്ടിയ പബ്ലിക് എക്സാം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചീക്ക് സെല്ല് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പൊതുവെ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് വേഗം കിട്ടലുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈം എടുത്തു. പക്ഷെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തു. ഞാൻ ചെയ്യുന്നതിനിടക്ക് സ്ലൈഡ് ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ സ്ലൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാറ്റത്ത് ഇങ്ങനെ പാറിപ്പോയിട്ട് അത് മൊത്തം കൊളായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തു അത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു. നല്ല സെക്ഷനും നല്ല രീതിയിൽ മൈക്രോസ്കോപ്പിൽ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. 10th ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രോട്ടീൻ ടെസ്റ്റാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോട്ടീൻ ടെസ്റ്റ് ഗൈസ് ചെയ്തു. അങ്ങനെ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഗൈസ് വൈവയാണ് ഗൈസ് ഏറ്റവും കൂടുതൽ എല്ലാവരും പേടിക്കുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വന്ന ടീച്ചർ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടീച്ചർ തന്നെയായിരുന്നു. പൊതുവെ ബോട്ടണി എക്സാമിന് നമുക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപോലെ കാണിച്ചു തന്നെ എല്ലാം ഒരുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്ന ടീച്ചർ നമുക്ക് ഓരോരാളോട് ഇന്ന് ഇപ്പം ഒരാൾ പ്രോട്ടീൻ ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ആൾ ചീക്ക് സെൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോ നല്ല അടിപൊളിയായിരുന്നു. ടീച്ചർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ ഇടയ്ക്ക് കുറച്ച് ടെററൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റേജ് വൈവ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നുള്ളത്. വൈറ്റ് ബ്ലഡ് സെൽസ് ആയ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ഒക്കെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം വെച്ചാൽ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യമാണ്. +1 പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഓരോ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വേഗം റെക്കോർഡിൽ എഴുതിയതൊക്കെ വായിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു പകുതി പേരോടൊക്കെ ഇതേ സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പക്ഷെ ഒരാൾക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വൈവ അത്ര ഭയങ്കര ടഫായിട്ടൊന്നല്ല ചോദിച്ചത്. വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ ഫങ്ഷൻസ്, ഷേപ്പ് അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പകുതി ആളോട് ചോദിച്ചു. ബാക്കിയുള്ള ആളോട് പിന്നെ പ്രോട്ടീൻ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ അത് പ്രോട്ടീൻ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത് പ്രോട്ടീൻ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതെനിക്കറിയാം, അമിനോ ആസിഡ്. സോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചു കുറച്ച് അമിനോ ആസിഡിൻ്റെ പേര് പറയുമെന്ന്. ശരിക്കും വെച്ചാൽ അവർ മുമ്പിലൊക്കെ ഒന്നും ഓർമ്മയുണ്ടായിട്ട്. സോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബയോറെറ്റ് ടെസ്റ്റിൻ്റെ ആ സോൾവെന്റിൽ അടങ്ങിയ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ റെക്കോർഡ് വായിക്കുന്ന സമയത്ത് അത് പകുതി വരെ വായിച്ച് എന്നെ വായിച്ചും CSO4 ആണ്. ഞാൻ എന്നെ വായിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ചോദിക്കൂല എന്ന് വിചാരിച്ച് ഞാനത് ഇഗ്നോർ ചെയ്ത സാധനമാണ്.
പക്ഷെ എനിക്കെന്തോ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിന്. എന്നെ വായിച്ച് കിട്ടി CSOF എനിക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് പ്രോട്ടീൻ്റെ സിന്തസിസ് ആ ഒരു പ്രോസസ്സ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. +1 പഠിച്ച കാര്യമാണ്, പക്ഷെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അറിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈവ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. +1 പഠിച്ച തിയറി ബേസ്ഡ് ആയിട്ടാണ് വൈവ ഉണ്ടായിരുന്നത്. കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ കിട്ടിയിട്ടില്ല. അധികം പേർക്കും എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഒന്നും പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, മാർക്കൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുറേ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, അതിൻ്റെ മാർക്കൊക്കെ എന്തെങ്കിലും തരും. ലാസ്റ്റ് നമ്മൾ ഒക്കെ ചെയ്തതിന് ശേഷം ഗൈസ് ഓട്ടയിടലുണ്ടായിരുന്നു. ഗൈസ് എത്ര കഷ്ടപ്പെട്ട് വരച്ച പിക്ചേഴ്സാണ് ഗൈസ്. പക്ഷെ അല്ലെങ്കിൽ നടുവിലാണ് ഓട്ടയിടല് ഗൈസ്, ഇപ്പോൾ താഴെയാണ് ഇട്ടത്. അതുകൊണ്ട് ചിത്രത്തിനൊന്നും ആയിട്ടില്ലെങ്കിലും ഓട്ട വീണ് ഗൈസ് ഏരിയയിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സുവോളജി എക്സാമിൻ്റെ റിവ്യൂ. എനിക്ക് ഓവറോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി, നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇതുവരെ കഴിഞ്ഞ 3 എക്സാം നല്ല അടിപൊളിയായിരുന്നു. ബോട്ടണി, ഫിസിക്സ്, സുവോളജി 3 നല്ല അടിപൊളിയായി ചെയ്യാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സ് 31st മാത്സ്. സോ അത് ചെയ്ത് പഠിക്കണം. അതേപോലെ പിന്നെ ഉള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് എക്സാം. ഇനിയുള്ള 2 വലിയ കുഴപ്പമൊന്നുമില്ല. കെമിസ്ട്രി കോൺകോർഡൻ്റ് വാല്യൂ കിട്ടണം, അതേ ഉള്ളൂ സീനിയർ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എക്സാം ഉണ്ടായിരുന്നത്, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.